നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനൽ തോറ്റതോടുകൂടി അർജൻറ്റീനക്കാരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ലിയോ മെസ്സി പാവം അവിടെ കണ്ണീരൊലിപ്പിച്ചിരുന്നു. പക്ഷേ പരേഡസ്, ഓട്ടാമെൻഡി ഇവരൊക്കെ സ്പാനിഷ് താരങ്ങളുമായിട്ട് ഉടക്കാൻ പോയി. ഗവിയെ എടുത്ത് നിലത്തടിക്കുന്ന പരേഡസിൻ്റെ കാര്യം റഫറി പ്രത്യേകം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൾക്കൊരു റെഡ് കാർഡായിട്ടാണ് അതിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സെൻഡ് ഓഫ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടാമെൻഡി റോഡ്രിയുമായിട്ട് വലിയ രൂപത്തിൽ തർക്കിക്കുന്നു, കയർക്കുന്നു. അപ്പോൾ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഫൈനൽ വിസിൽ കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പരേഡസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എതിർത്താരത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നു. എറിക് ഗാർഷ്യ സെൻട്രൽ സർക്കിളിൻ്റെ അടുത്ത് നിന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ടീംമേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ സെലിബ്രേഷൻ്റെ ഭാഗമാണ്. വിത്തിൻ സെക്കൻഡ്സ് അർജൻറ്റീനയുടെ നമ്പർ 5 പരേഡസ് അങ്ങോട്ടേക്ക് വരികയും കഴുത്ത് കയറി പിടിക്കുകയും ചെയ്തു. എറിക് ഗാർഷ്യയുടെ കഴുത്തിന് കയറി പിടിച്ചു. ദെൻ അവിടെ ഒരു ലൈൻസ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു പരേഡസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനിടയിലേക്ക് ലയണൽ സ്കലോനി പെട്ടെന്ന് എത്തി അവരെ വേർപെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വാൾട്ടർ സാമുവലും അത് തന്നെ നടത്തി. പക്ഷേ ഗാവി അവിടെ ഉണ്ടായിരുന്നു. ഗാവി അർജൻറ്റീൻ താരവുമായിട്ട് ഉടക്കാൻ പോയി. അതിന് മറുപടിയായിട്ട് ചെയ്തത് പരേഡസ് ഗാവിയെ പിടിച്ചു, താഴേക്ക് തള്ളിയിട്ടു. അങ്ങനെ എടുത്ത് അങ്ങ് നിലത്തടിക്കുന്ന രൂപത്തിൽ അങ്ങ് തള്ളിയിട്ട് അതാണ് സംഭവിച്ചത്. ഏതായാലും ഇതിപ്പോൾ റഫറി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരേഡസിൻ്റെ അഗ്രഷൻ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് റെഡ് കാർഡ് എന്ന രൂപത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കളിക്ക് ശേഷമുള്ള റെഡ് കാർഡ്. ഫോർച്ചുനേറ്റ്ലി പിന്നീട് ഈ ഇൻസിഡൻറ്റ് വലിയ രൂപത്തിലേക്ക് എക്സ്കലേറ്റ് ചെയ്തില്ല. സ്പാനിഷ് സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്തു. അതേസമയം കളി കഴിഞ്ഞിട്ട് നോർമലി എതിർ താരങ്ങളൊക്കെ ഗ്രീറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് റോഡ്രി. ആ ഗ്രീറ്റിങ്ങിന് പക്ഷെ നിന്നില്ല ഓട്ടാമെൻഡി അവിടെ തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് റോഡ്രിയും ലാപ്പോർട്ടും ഒക്കെ അർജൻറ്റീന പ്രൊവോക്കേറ്റ് ചെയ്യുന്നവരാണ്, റഫറിമാർ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന പ്രത്യേകിച്ച് അത് ലാപ്പോർട്ടാണ് നടത്തിയത്. ഇതിൽ അർജൻറ്റീന പ്രൊവോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ റോഡ്രിയും പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഓട്ടാമെൻഡി എടുത്ത് ചോദിക്കുന്നത്. ഈ ഗ്രീറ്റിങ്ങിന് വന്നപ്പോൾ ഓട്ടാമെൻഡി പറഞ്ഞു, നിങ്ങൾ കരയുകയായിരുന്നു, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ കരയുകയായിരുന്നു, നീയും ഐമറിക് ലാപ്പോർട്ടും രണ്ടുപേരും. ഇതൊന്നും ശരിയല്ല, നിങ്ങൾ റഫറിമാരുടെ പേരും പറഞ്ഞ് കരയുകയായിരുന്നു, മൈ ഫ്രണ്ട്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റോഡ്രി ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു വളരെ നിഷ്കളങ്കനായിട്ട്, മനസ്സിലാകാത്ത പോലെ. പക്ഷേ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഓട്ടാമെൻഡി തൻ്റെ നിലപാട് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു സ്പാനിഷ് താരം ആ വഴിയിലേക്ക് വരുന്നുണ്ട്, അതായത് മൈക്കൽ ഒയർസബാൽ. പക്ഷേ ഒയർസബാലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഓട്ടാമെൻഡി. അതോടുകൂടി ഒയർസബാൽ പതുക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അപ്പോൾ റോഡ്രി റെസ്പെക്റ്റ് ചെയ്യടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി, എനിക്ക് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ നീ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല. അപ്പം വീണ്ടും റോഡ്രി ചോദിക്കുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. എന്തായാലും നീയും ഐമറിക് ലപ്പോർട്ടും കിടന്ന് കരഞ്ഞു, ഒരാഴ്ച മുഴുവൻ കരഞ്ഞു, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് തനിക്ക് കൈ തന്ന് ഗ്രീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആളോട് ഓട്ടോമെൻഡി പറഞ്ഞു. ചുരുക്കത്തിൽ അർജൻറ്റീന താരങ്ങൾ പരാജയം അങ്ങ് ദഹിക്കാതെ വല്ലാത്ത രൂപത്തിലുള്ളൊരു പെരുമാറ്റമാണ് കളിക്ക് ശേഷം നടത്തിയത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.